Welcome back to my channel. Today video is how can score good marks. Yes guys, ഇന്നത്തെ വീഡിയോ SSLC സ്റ്റുഡൻസിന് മെയിൻലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനിപ്പോൾ +1 ആണ്. 10th പഠിക്കുന്ന ടൈമിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, അതായത് എങ്ങനെയാണ് പഠിച്ചത്, ആ ഒരു ടൈമിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ്, അതേപോലെ തന്നെ പിന്നെ ഞാൻ എക്സ്ട്രാ കുറച്ച് ടിപ്സ് അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗായ്സ്. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു നല്ലൊരു വേ ആണ് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ SSLC സ്റ്റുഡൻസാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഉറപ്പാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ലെറ്റ്സ് ഗോ. അതെ, നമുക്ക് നേരെ നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അതായത് ഞാൻ +1 തന്നെ, അതായത് ഈ 10th കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 10th കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് പഠിക്കേണ്ടത്. മീൻസ് ഈ 10th എന്ന് പറയുമ്പോൾ ഞാൻ 9th നിന്ന് 10th പോകുന്ന ടൈമിൽ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഒരുപാട് പേര് പറയുന്നതൊക്കെ കേട്ടിട്ട് ആ ടൈമിൽ ഞാൻ എങ്ങനെ ജയിക്കും, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ 10th കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പഠിച്ചാൽ മതി, നമ്മളൊരു ടൈപ്പ് ഓഫ് സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് എന്തായാലും വിൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായപ്പോൾ ഇതേപോലെ സ്ട്രെസ്സായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 10th സ്റ്റുഡൻസ് ഇതേപോലെ സ്ട്രെസ്സായിട്ടോ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടോ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കാര്യം, ഗീവ് ഇമ്പോർട്ടൻസ് ടു ചാപ്റ്റർ വെയിറ്റേജ്. യെസ് ഗൈസ്, നമ്മൾ ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. മെയിൻലി പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസിലൊക്കെ നമ്മൾ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ഒക്കെ ഉണ്ടാവും. ഒരു ചാപ്റ്ററിന് ചിലപ്പോൾ 2 മാർക്കൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ 5 മാർക്ക് വരുന്നതുണ്ടാവാം, 6 മാർക്ക് വരുന്നതുണ്ടാവാം, അങ്ങനെയൊക്കെ. മെയിൻലി നമ്മൾ ഈ 5ഉം 6ഉം മാർക്ക് വരുന്നതിന് തന്നെ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ 6ഉം 5ഉം മാർക്കൊക്കെ വരുന്നതിലായിരിക്കും നമുക്ക് essay വരുന്നുണ്ടാവുക. അല്ലാതെ ഫസ്റ്റ് തന്നെ നമ്മൾ മാർക്ക് കുറഞ്ഞ ഒരു ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റേജ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. സോ വെയിറ്റേജ് നോക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5ഉം 6ഉം മാർക്കിൻ്റെ ആദ്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ essay ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ essay എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് essay തന്നെ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് പകരം ഈ 2 മാർക്കുള്ളതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ജസ്റ്റ് ഷോർട്ട് ആൻസറിനായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് essay എഴുതാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ആദ്യം തന്നെ മെയിൻലി ഈ ഒരു വെയിറ്റേജ് ഉള്ളത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ essays ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾ എല്ലാത്തിലും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് ഡു PYQs. യെസ് ഗൈസ്, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ്, അതായത് സൈലം, മെജുപോട്ട്, എക്സാമിനർ അങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെ കാണുക, PYQs നോക്കുക. ഞാൻ 10th ലക്ഷ്യ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു എക്സാമിനറിൻ്റെ. സോ ഞാൻ ക്ലാസ്സൊക്കെ കാണുമായിരുന്നു, ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ ഉണ്ടാവുമായിരുന്നു, അതൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാംസ്, അതായത് ഒറിജിനൽ എക്സാം വരുന്ന ടൈമിൽ ഒന്നും കൂടി പ്രാക്ടീസ്ഡ് ആവും. ആ ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് അവർ തരുന്ന ഒരു എക്സാം അതൊക്കെ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. PYQs ഞാൻ 10th ഞങ്ങളുടെ ടൈമിൽ 10th പറയുമ്പോൾ ന്യൂ സിലബസ് ആയിരുന്നു, അതായത് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ന്യൂ സിലബസ് ആയതുകൊണ്ട് തന്നെ PYQs ഉണ്ടായിരുന്നില്ല. സോ അത് കുറച്ച് പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് PYQs ഉണ്ട്. സോ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ ഈ ടിപ്സൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡോണ്ട് ബൈ ഹാർട്ട്. ബൈ ഹാർട്ട് ചെയ്യാതെ പഠിക്കുക, അതായത് മനസ്സിലാക്കി പഠിക്കുക. ഞാൻ 9th എത്തിയപ്പോഴാണ് ഈ ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ല കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത്. കാരണം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വരി മറന്നു പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ തിയറി പഠിക്കാമെന്ന് വെക്കുക. സോ അതിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ്, അപ്പോൾ നമ്മൾ അതിൽ ഒരു വരി മറന്നു വിചാരിക്കുക. സോ അടുത്തത് നമുക്ക് എന്താണെന്ന് കിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി, മീനിങ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇംഗ്ലീഷിലൊക്കെയാണ് നമുക്ക് ഗ്രാമർ വേണ്ടത്, അല്ലാതെ സോഷ്യൽ സയൻസിലൊന്നും നമുക്ക് ഗ്രാമർ വേണ്ട. നമ്മളതിന് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. സോ ഗ്രാമറിലുള്ള കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് മേക്ക് എ ടൈം ടേബിൾ. ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ 10th സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ 10 ഹവേഴ്സ് പഠിക്കുക അല്ലെങ്കിൽ 12 ഹവേഴ്സ് പഠിക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഒരു ദിവസം നമുക്ക് എത്ര മണിക്കൂർ പഠിക്കാം എന്ന് നമുക്കറിയാലോ. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ ഒരു 12 മണിക്കൂർ പഠിക്കാമെന്നൊന്നും വിചാരിച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് പറ്റും, നമുക്ക് തോന്നുന്ന രീതിക്ക് നമുക്ക് തോന്നാരോ, അതായത് നമുക്ക് ഇത്രേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന്, എനിക്ക് എത്ര പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, അല്ലാതെ വേറെ ഒരാൾക്ക് മനസ്സിലാവില്ല. സോ നമുക്കറിയുന്ന രീതിക്ക് പഠിക്കുക. അപ്പം ഞാനൊരു ദിവസം 4 ഹവേഴ്സ് ആയിരുന്നു പഠിക്കുക. എക്സാംസിൻ്റെ ടൈമിൽ അതിൽ കൂടുതൽ പഠിക്കും, പക്ഷേ നോർമൽ ക്ലാസ്സിൻ്റെ ടൈമിൽ ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ടൈം ടേബിൾ വെച്ച് പഠിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, യൂസ് ആയിരുന്നു എനിക്കത്. ദെൻ ഗീവ് ഇമ്പോർട്ടൻസ് ടു ടഫ് സബ്ജക്ട്സ്. അതാണ് നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടത്. അതായത് നമുക്ക് ലാംഗ്വേജസ് ഒക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, പക്ഷേ സബ്ജക്റ്റ് നമുക്ക് ടഫായിരിക്കും. മാത്തമാറ്റിക്സ്, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് അതൊക്കെ നമുക്ക് ടഫായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാതെ ഫസ്റ്റ് തന്നെ ഈസി ആയിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടഫ് സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ടഫ് സബ്ജക്റ്റ് പഠിച്ചിട്ട് ഈസി സബ്ജക്റ്റിലേക്ക് പോവുക. അതായിരിക്കും മെയിൻലി ഗുഡായിട്ടുള്ള ഒരു കാര്യം. നെക്സ്റ്റ് വൺ ഈസ് ഡൗട്ട് ക്ലിയറൻസ്. നമുക്ക് ക്ലാസ്സിൽ തന്നെ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ടീച്ചർ ഒരു പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ബാക്കി എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുതോ ഞാൻ എങ്ങനെ ചോദിക്കും, എല്ലാവർക്കും മനസ്സിലായി, എനിക്ക് മാത്രം മനസ്സിലായില്ല, ടീച്ചർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ചോദിക്കാതിരിക്കരുത്. അത് നമുക്ക് മാത്രമേ ദോഷം ചെയ്യുള്ളൂ, അതായത് നമുക്ക് മാത്രമേ നെഗറ്റീവായിട്ട് ഉണ്ടാവുള്ളൂ. ടീച്ചേഴ്സിനോ ഫ്രണ്ട്സിനോ നമുക്ക് ഡൗട്ട് തോന്നിച്ചിട്ട് കുഴപ്പമില്ല. അത് നമ്മൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല, നമ്മൾക്കേ കുഴപ്പമുള്ളൂ. സോ അത് ചിന്തിക്കുക. സ്കോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അതുകൊണ്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് തന്നെ അത് ചോദിക്കാൻ നോക്കുക. പണ്ടൊക്കെ എനിക്ക് മടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ടെൻഷനായിരുന്നു. എങ്ങനെ ഞാൻ ചോദിക്കും, ഞാൻ എണീച്ച് നിന്നിട്ട് എങ്ങനെ ചോദിക്കും, എനിക്ക് മനസ്സിലായില്ല, അങ്ങനെ ഒരു ഉള്ളിലൊരു ഇതായിരുന്നു. പക്ഷേ 10th എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിവിഷൻ. ഇതെല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും, റിവിഷൻ ചെയ്യുക എന്നുള്ളത്. ഇതിനെപ്പറ്റി ഒരുപാട് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കിലി, അതായത് ഒരു വീക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൺഡേ, ആ ഒരു വീക്കിൻ്റെ ലാസ്റ്റ് നിങ്ങൾ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക, ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു കാര്യമായിരിക്കും. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഈസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഹെൽത്ത്. യെസ് ഗൈസ്, നമ്മൾ ഹെൽത്ത് നോക്കണം. അതായത് നമ്മൾ 10th എത്തുന്ന ടൈമിൽ പലരും പറയുന്നൊരു കാര്യമാണ്, ഇനി ഉറക്കവും അതേപോലെ തന്നെ ഭക്ഷണവും അതൊന്നും നോക്കാൻ നിൽക്കണ്ട, ഏത് നേരം ഇരുന്ന് പഠിച്ചോളൂ എന്ന് എല്ലാവരും പറയുന്നല്ല, ചിലവർ മാത്രം, സം പീപ്പിൾസ്, ഓക്കെ, ചിലവർ പറയുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. കാരണം ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വീണത് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഹെൽത്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഭയങ്കര ഒരു പ്രോബ്ലം ആയിരിക്കും നമുക്ക്. അതുകൊണ്ട് മിനിമം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അത്യാവശ്യം ഒരു 6 ഹവേഴ്സെങ്കിലും ഉറങ്ങുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെ ഹെൽത്തൊന്നും നോക്കാറുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് എക്സാമിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല, അതേപോലെ തന്നെ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ അത്യാവശ്യം ഹെൽത്തൊക്കെ നോക്കി സെറ്റ് ആവുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കിതൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ എൻ്റെ റിസൾട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് 72% ആണ്. അപ്പോൾ എനിക്ക് അത്ര പെർസെൻറ്റേജ് ഞാൻ കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. 50% ആയിരുന്നു എൻ്റെ എക്സ്പെക്റ്റേഷൻ. ബട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് 72% കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചിലർ വിചാരിക്കും, full A+ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടിപ്സൊക്കെ പറയാനുള്ള ഒരു ഡിസേർവിങ് ആണോ എന്ന് ചിലവർ കമൻറ്റ് ഇട്ടേക്കാം. പക്ഷേ ഐ ആം ഡിസേർവിങ്. കാരണം 72% പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് സ്കോർ. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കോർ കിട്ടത്തുള്ളൂ. എത്ര പേര് നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ ഫെയിലായിട്ടുണ്ടെന്ന് അറിയോ?
യെസ് ഫെയിലായിട്ടുണ്ട്, പക്ഷെ അവരിൽ നിന്നൊക്കെ ഞാൻ പാസ്സായിട്ടുള്ള ഒരു ആളാണ്. സോ ഐ ആം ഡിസേർവിങ്. കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം, ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരാം. എനിക്ക് ഈ നെഗറ്റീവ് കമൻറ്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതിനേക്കാട്ടും നല്ലത് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റിന് പറയുന്നതായിരിക്കും എന്ന് തോന്നി. ഈ ഒരു വീഡിയോ ഞാൻ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന SSLC സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടെൻസ്ഡ് ആവണ്ട. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കും. എന്നോട് ചിലവർ പറയാറുണ്ട്, നീ പഠിക്കാത്തത് കൊണ്ടാണ് നിനക്ക് മാർക്ക് കിട്ടാത്തത്, അല്ലാതെ ടോപ്പർ ആവാതെ ഈ ഒരു ആവറേജിൽ തന്നെ നിൽക്കുന്നത് നീ പഠിക്കാത്തത് കൊണ്ടാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട്. ആ ഒരു ടൈമിലൊക്കെ അതെനിക്ക് ഭയങ്കര ഫീൽ ആവുമായിരുന്നു. കാരണം ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല, എൻ്റെ മെമ്മറിയിൽ അത് നിൽക്കാത്തതാണ്. മെമ്മറിയിൽ എത്ര പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മറക്കും. അതുകൊണ്ട് എക്സാമിനൊക്കെ ഞാൻ പഠിച്ചതിൻ്റെ അത്ര റിസൾട്ട് കിട്ടാറില്ല. അതുകൊണ്ടായിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത്, 50% കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ ഞാൻ ഉറക്കമൊഴിഞ്ഞു പഠിച്ചു, അപ്പോൾ എനിക്ക് 72% കിട്ടി. പക്ഷേ നിങ്ങൾ അങ്ങനെ ഉറക്കമൊഴിഞ്ഞ് സ്ട്രെസ്ഡ് ആയിട്ട് പഠിക്കരുത്, ഹെൽത്തൊക്കെ നോക്കണം. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ എല്ലാ SSLC സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, കിട്ടാതിരിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആരും ടെൻസ്ഡ് ആവണ്ട. സോ ലവ് യു ഗൈസ്, ബൈ.